ഞാനുണ്ടിവിടെ ചോദിക്കാൻ ഇന്ന് എത്തിയിരിക്കുന്നത് പാലക്കാട് മെഡിക്കൽ കോളേജിലാണ്. നമുക്കറിയാം, പാലക്കാട് മെഡിക്കൽ കോളേജ് എന്ന ഒരു കെട്ടിടം മാത്രമാണ് ഇവിടെ ഉള്ളത്. അതിനനുസൃതമായ ചികിത്സാ സംവിധാനങ്ങൾ ഇനിയും ഇവിടെ നവീകരിച്ചിട്ടില്ല. ഒപ്പം തന്നെ മെഡിക്കൽ കോളേജിലെ പഠന നിലവാരം ഇപ്പോഴും താഴോട്ടാണ്. കഴിഞ്ഞ ദിവസം പഠന നിലവാരം മെച്ചപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങിയിരുന്നു, സമരം ചെയ്തിരുന്നു. എന്തായാലും പാലക്കാട് പോലൊരു ജില്ലയിൽ ആളുകൾക്ക് മെച്ചപ്പെട്ട ചികിത്സ ലഭിക്കുന്നതിന്, വിദഗ്ധ ചികിത്സ ലഭിക്കുന്നതിന് ഇപ്പോഴും സംവിധാനമില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. അടിയന്തര ചികിത്സാ സംവിധാനങ്ങൾക്ക് വേണ്ടി തൃശൂരിനെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് ഈ നാട്ടുകാർ. പക്ഷേ 10 വർഷം മുമ്പ് ഇവിടെ മെഡിക്കൽ കോളേജ് ഉദ്ഘാടനം ചെയ്തിട്ടുമുണ്ട്. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ മെഡിക്കൽ കോളേജ് ഇങ്ങനെ ഒരു പേരിന് മാത്രം നിൽക്കുന്നത്? ഇതാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമുക്ക് എന്തായാലും ആ ചർച്ചയിൽ ഇന്ന് പങ്കെടുക്കുന്നത് മെഡിക്കൽ കോളേജിന്റെ കർമ്മസമിതി പ്രവർത്തകരുണ്ട്. ഒപ്പം തന്നെ ഈ വിഷയങ്ങളിൽ, ഇവിടുത്തെ മെഡിക്കൽ കോളേജിന്റെ വിഷയങ്ങളിൽ സജീവമായി ഇടപെടുന്ന സാമൂഹ്യ പ്രവർത്തകരുമുണ്ട്. മെഡിക്കൽ കോളേജിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ, പേരിനൊരു മെഡിക്കൽ കോളേജ് മാത്രമാണ്. ഒരു വിദഗ്ധ ചികിത്സാ സംവിധാനങ്ങളില്ല. ഒപ്പം തന്നെ ഇവിടുത്തെ മെഡിക്കൽ കോളേജ് വിദ്യാഭ്യാസ സൗകര്യം, അതായത് പഠന നിലവാരം ഒട്ടും മെച്ചപ്പെട്ടിട്ടില്ല. ഫാക്കൽറ്റി എല്ലാം തന്നെ താൽക്കാലിക അടിസ്ഥാനത്തിലാണ്. ഇങ്ങനെ ഒരു കെട്ടിടം മെഡിക്കൽ കോളേജ് എന്നുള്ള രീതിയിൽ ഒരു കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മാത്രമാണ് നടന്നിരിക്കുന്നത്. വേറെയുള്ള എക്യുപ്മെന്റ്സോ ഒന്നുമില്ല, ആവശ്യത്തിന് ജീവനക്കാരില്ല. എന്താണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയാണ് ഒരു മെഡിക്കൽ കോളേജ് വേണ്ടത്? നമുക്ക് സത്യത്തിൽ ഇതൊരു കുത്തഴിഞ്ഞ സ്ഥാപനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഞങ്ങളെ സംബന്ധിച്ചൊരു സംശയം വരുന്നത്, ഈ മെഡിക്കൽ കോളേജ് ഇവിടെ നിലനിർത്തുമോ ഇല്ലയോ എന്നതാണ് വരുന്നത്. ഇതിന്റെ പിമ്പിൽ ആരൊക്കെയാണ് കളിക്കുന്നത് എന്നുകൂടി സംശയം ഉദിക്കുന്നുണ്ട്. ഇതിനൊരു മാറ്റം വന്നേ തീരൂ. അതിനൊരു ശക്തമായ സമരമുഖത്തേക്ക് ഇറങ്ങണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങൾ അതിനുവേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് ഈ മെഡിക്കൽ കോളേജ് വരുന്നത്. പക്ഷേ അതിനുശേഷം കാര്യമായ ഒന്നും നടന്നിട്ടില്ല. അതായത് ഒരു മെഡിക്കൽ കോളേജിന് ആവശ്യമായ ഭൗതിക സൗകര്യങ്ങളൊന്നും തന്നെ ഏർപ്പെടുത്തിയിട്ടില്ല. യഥാർത്ഥത്തിൽ കഴിഞ്ഞ തവണ ഇവിടെ വിദ്യാർത്ഥികൾ കഴിഞ്ഞ ആഴ്ച ഇവിടെ സമരം ചെയ്ത സമയത്ത് VK ശ്രീകണ്ഠൻ MP വന്നപ്പോൾ പറഞ്ഞത്, ഇത് സർക്കാർ ഇതിനെ പ്രതികാരം ചെയ്യുകയാണ്, കാരണം UDFന്റെ കാലത്തുള്ള ഒരു മെഡിക്കൽ കോളേജിനോട് പ്രതികാരം ചെയ്യുകയാണെന്നാണ് പറഞ്ഞത്. അതിന് പൂർണ്ണമായിട്ടും വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ല. ഒരുപക്ഷെ ആയിരിക്കാം, അല്ലായിരിക്കാം. എങ്കിൽ തന്നെയും പാലക്കാട്ടുകാരെ സംബന്ധിച്ച് ഇവിടെ ആവശ്യം ഒരു മെഡിക്കൽ കോളേജാണ്. അതിനുവേണ്ടി അഹോരാത്രം പണിയെടുത്ത ആൾക്കാരാണ് ഇതിൽ എല്ലാവരും തന്നെ. 20 മാസക്കാലം ശക്തമായ സമരം മുഖത്ത് നിന്നുകൊണ്ടാണ് ഈ മെഡിക്കൽ കോളേജ് സമ്പാദിച്ചിട്ടുള്ളത്. ആ സമ്പാദിച്ചതിന്റെ പേരിൽ അത് നന്നായി കൊണ്ടുവരണമെന്ന ആഗ്രഹം ഞങ്ങൾക്കുള്ളത്. അതിനുവേണ്ടി ഞങ്ങൾ ഇപ്പോഴും പ്രയത്നിച്ചുകൊണ്ട് ഇനിയും പ്രയത്നിക്കുമെന്നുള്ളതാണ് ചുരുക്കി പറയാനുള്ളത്. ഇതിനകത്ത് രാഷ്ട്രീയ കളികളുണ്ടോ ഇല്ലയോ, നമ്മൾ അത് രാഷ്ട്രീയക്കാർക്ക് പരോക്ഷമായിട്ടും പ്രത്യക്ഷമായിട്ടും സംസാരിക്കാൻ സാധിക്കുമായിരിക്കാം. ഞങ്ങളെ സംബന്ധിച്ച് രാഷ്ട്രീയമല്ല ഞങ്ങളുടെ ആവശ്യം. ഞങ്ങളെ സംബന്ധിച്ച് ഇവർ ജനങ്ങളാണ് ആവശ്യം. ആ ജനങ്ങൾക്കുള്ള സൗകര്യമാണ് ഉണ്ടാവേണ്ടത്. ഇന്നും മറ്റു ജില്ലകളെ ആശ്രയിക്കുന്ന അവസ്ഥയാണ് ഇവിടെ അത്യാഹിതം സംഭവിച്ചാൽ ഉണ്ടാവുന്നത്. ഒന്നുകിൽ തൃശ്ശൂരിലേക്കോ അല്ലെങ്കിൽ കോയമ്പത്തൂരിലേക്കോ ഇവിടുന്ന് റെഫർ ചെയ്യുന്ന അവസ്ഥയുണ്ട്. ഇതിനൊരു മാറ്റം ഉണ്ടായേ തീരൂ. അതല്ലെങ്കിൽ ഈ മെഡിക്കൽ കോളേജ് ഇല്ലാതെയാക്കുക എന്നുള്ളത് ആണ് സർക്കാർ, ഏത് സർക്കാരായാലും ചെയ്യേണ്ടതെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ജനങ്ങളെ സേവിക്കാൻ ഇറങ്ങിയ സർക്കാർ ജനങ്ങളെ സേവിക്കുക, അവർ രാഷ്ട്രീയമല്ല കളിക്കേണ്ടത്. എന്തായാലും ഒരു മെഡിക്കൽ കോളേജിന്റെ സൗകര്യങ്ങളൊന്നും തന്നെ ഇല്ലല്ലോ അല്ലെ ഇവിടെ യഥാർത്ഥത്തിൽ. അപ്പൊ ഇനിയിപ്പോ അത് എന്താണ് ഇതിനകത്ത് ചെയ്യാൻ കഴിയുക? ആവശ്യത്തിന് ഫണ്ടില്ലെന്ന് പറയുന്നു. സാധാരണ ആരോഗ്യവകുപ്പിന്റെ പൂർണ്ണമായ ഒരു നിയന്ത്രണത്തിലല്ല ഇത് പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിന്റെ നിയന്ത്രണത്തിലാണുള്ളത്. ഇതെന്തൊക്കെയാണ് ഇതിന്റെ കുഴപ്പങ്ങൾ? എന്തുകൊണ്ടാണ് ഇതിങ്ങനെയായി മാറിയത്? അതായത് 10 കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ നിൽക്കുന്ന ബിർളയുടെ ചെയർമാൻ ആയിക്കൊണ്ടിട്ടുള്ള പാലക്കാട് മെഡിക്കൽ കോളേജ് ആക്ഷൻ കമ്മിറ്റി ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും ഈ പാലക്കാടിന്റെ ആരോഗ്യ രംഗത്തുള്ള ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി സമരങ്ങൾ നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ മെഡിക്കൽ കോളേജ് കാണുന്നത്. ഈ മെഡിക്കൽ കോളേജിന് വേണ്ടിയിട്ടുള്ള പാലക്കാട് ജില്ലയിൽ ഒരു ബന്ദ് ഈ നിൽക്കുന്ന ആളുകൾ വെച്ച് ഒരു ദിവസം ഹർത്താൽ ആചരിച്ചു. സ്വയം പാലക്കാട് ജില്ലയിലെ ജനം ആ ഹർത്താൽ ഏറ്റുപിടിച്ചു നടത്തി എന്നുള്ളതാണ്. ആ വികാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കാണുന്ന മെഡിക്കൽ കോളേജ് ഇവിടെ സ്ഥാപിച്ചത്. പക്ഷെ ഞങ്ങളെന്ന ആവശ്യം ഉന്നയിച്ചത് മെഡിക്കൽ കോളേജാണ്, കെട്ടിടങ്ങളല്ല. ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് വെറും കെട്ടിടങ്ങളാണ്.
ഇന്നത്തെ ഈ അവസ്ഥയിൽ നിന്ന് എന്തൊക്കെ സൗകര്യങ്ങൾ ഇപ്പൊ ഇവിടെ ഉണ്ട് ശരിക്കും? ലാബില്ല, ICU ഇല്ല, കിടത്തി ചികിത്സയില്ല. ഒരു മെഡിക്കൽ കോളേജിന്റെ പ്രാഥമികമായിട്ടുള്ള ഒരു ആവശ്യങ്ങളും ഇതിനകത്ത് വന്നില്ല. തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുമ്പ് ഒരു IP വാർഡ് ഉണ്ട്. അത് ശരിക്കും ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായിട്ടേ കാണാൻ പറ്റുള്ളൂ. 10 കൊല്ലം നടത്താത്തതാണ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തട്ടിക്കൂട്ടുന്നത്. ഇപ്പോഴത്തെ ആവശ്യം ഇതിന്റെ മാനേജ്മെന്റ് കമ്മിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ സയൻസ് എന്ന സംഘടനയാണ് ഇതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് വിങ്. അതിന്റെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്, അതിന്റെ വൈസ് ചെയർമാൻ പട്ടികജാതി വകുപ്പ് മന്ത്രിയാണ്. പക്ഷെ ഇന്നേ വരെ ഈ മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ഈ ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് ഇതിനകത്ത് ഒന്നും ചെയ്തിട്ടില്ല. ഇവിടുന്ന് അങ്ങോട്ട് ഞങ്ങളുടെ ഈ സംഘടന പിരിച്ചുവിട്ടിട്ടില്ല, ഈ സമരസമിതി പിരിച്ചുവിട്ടിട്ടില്ല. അന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഇത് പിരിച്ചുവിടാതിരുന്നതും. ഇത് പുനഃസ്ഥാപിച്ച് ഈ ആഴ്ചകളിൽ തന്നെ അതിശക്തമായ പഴയ സമരപരിപാടികൾ പുനഃസ്ഥാപിച്ച് ഇതിന്റെ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ഓരോ കാൽവയ്പും ഇതിന്റെ ചെയർമാൻ എന്ന നിലയ്ക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് നടത്തണം എന്നാണ് ഈ ആക്ഷൻ കമ്മിറ്റിയുടെ ആവശ്യം. എന്തായാലും ഇവിടുത്തെ സൗകര്യങ്ങൾ ഇപ്പൊ നമുക്കറിയാം, ഇവിടെ ഒരു പാമ്പ് കടി ഏറ്റാൽ പോലും ഇവിടുത്തെ അതിനുള്ള ആവശ്യമായ ഒരു ആന്റിവെനം പോലും സൂക്ഷിക്കാൻ സംവിധാനമില്ലാത്ത ഒരു സ്ഥലമാണ് പാലക്കാട്. തൃശ്ശൂരിലേക്കാണ് നമ്മൾ പോകുന്നത്. തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് പോകണം, അതല്ലെങ്കിൽ സ്വകാര്യ ആശുപത്രി, ഇപ്പോൾ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് പോലുള്ള അങ്ങനത്തെ സ്വകാര്യ ആശുപത്രികളെയാണ് നമ്മൾ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യേണ്ടത്. പക്ഷേ എന്നിട്ട് പോലും പാലക്കാട്ടുകാർ ഇപ്പോൾ അട്ടപ്പാടി അവിടെ നിന്നൊക്കെ ഒരുപാട് രോഗികൾ വരുന്നതെല്ലാം തന്നെ ഇവിടുന്ന് ഈ ജില്ലാ ആശുപത്രി വരെ എത്തുകയുള്ളൂ. അവർക്കൊന്നൊരു വിദഗ്ധ ചികിത്സ കിട്ടണമെങ്കിൽ ജില്ലയ്ക്ക് പുറത്തേക്ക് പോകണം. പക്ഷെ ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിട്ട് ഇത് യഥാർത്ഥത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇവിടുത്തെ നമ്മളൊരു രാഷ്ട്രീയക്കാരും ഈ ഭരണകർത്താക്കളും അതിന് തയ്യാറാവാത്തത്? അതിപ്പോൾ രാഷ്ട്രീയക്കാരായാലും ശരി, ഞങ്ങളായാലും ശരി, ഞങ്ങൾ 2 വർഷമായി ഇതിനു വേണ്ടി സമരം ചെയ്ത പോരാളികളാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്ഥാപനം ഇവിടെ വന്നത്. പ്രഥമദൃഷ്ട ഈ കാണുന്ന ഈ കെട്ടിടങ്ങൾ കാണുമ്പോൾ ജനങ്ങൾക്ക് വളരെ അഭിമാനകരമായ ഒരു അവസ്ഥയിലാണ്. ഇപ്പോൾ പുറമേ നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലെ സ്ഥിതി ഇപ്പോൾ അവിടുത്തെ വിദ്യാർത്ഥികൾ സമരത്തിലൂടെ പുറത്തു കൊണ്ടുവന്നപ്പോഴാണ് ഞങ്ങൾ പോലും അറിയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു സ്ഥാപനം എന്തിനു വേണ്ടി, ആർക്കും ഉപകാരമില്ലാത്ത ഈ സ്ഥാപനം എന്തിനിവിടെ സ്ഥിതി ചെയ്യുന്നു എന്നുള്ള ഉൾക്കാഴ്ച ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ ഈ സംഘടന, പാലക്കാട് മെഡിക്കൽ കോളേജ് ആക്ഷൻ കമ്മിറ്റി എന്ന ഈ സംഘടന ഇതിനു വേണ്ടി രംഗത്തിറങ്ങാനും സമരപരിപാടികൾക്ക് നേതൃത്വം കൊടുക്കാനും അതിന്റെ ഉള്ളിലുള്ള ശോചനീയ അവസ്ഥ എന്തൊക്കെയാണെന്ന് പഠിക്കാനും വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത്. അതേപോലെ ഈ കുട്ടികൾ സമരം ചെയ്യുമ്പോൾ അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങൾ എല്ലാവരും വന്ന് ഇവിടെ സമരപന്തൽ സന്ദർശിക്കുകയും പ്രസംഗിക്കുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ ഡിമാൻഡുകളും അവർ ഞങ്ങൾക്ക് തന്ന അതിന്റെ ഉള്ളിലുള്ള അവസ്ഥകളെക്കുറിച്ചൊക്കെ ഞങ്ങൾ പഠിച്ചു വരികയാണ്. അവരുടെ സപ്പോർട്ടോടുകൂടി ഞങ്ങൾ ഇന്നു മുതൽ ഇതിനകത്തുള്ള ശോചനീയമായ അവസ്ഥ എന്താണ് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ സമരത്തിൽ വീണ്ടും 2ാം ഘട്ടത്തിലേക്ക് ഞങ്ങൾ ഇറങ്ങാൻ പോകുന്നത്. മാത്രമല്ല ഇനി ഈ കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ 53 കോടി രൂപ വീണ്ടും ഇതിന് സാങ്ഷൻ ചെയ്തിട്ടുണ്ട് ഗവൺമെന്റ് ഫണ്ടുകളെല്ലാം അനുവദിക്കുന്നുണ്ട്. അനുവദിച്ചത് ഏത് രീതിയിൽ പോകുന്നു എന്ന് വിനിയോഗിച്ചിട്ടുള്ളത് എന്തെല്ലാം രീതിയിലാണെന്ന് പുറമേയുള്ള പൊതുസമൂഹത്തിന് അറിയുന്നില്ല. അത് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ബഹുമാനപ്പെട്ട നമ്മുടെ മെഡിക്കൽ വിദ്യാർത്ഥികൾ അവരുടെ ആശയപ്രകാരം ഇതിനു വേണ്ടി രംഗത്തിറങ്ങുകയും പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അവിടുത്തെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കി തരുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ സമരത്തിലേക്ക് വീണ്ടും 2ാം ഘട്ടത്തിലേക്ക് വേണ്ടി ഇറങ്ങിയിരിക്കുന്നത്. അതിന്റെ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ഞങ്ങളൊക്കെ കേസിലെല്ലാം മാട്ടി, ഒരുപാട് സമരങ്ങളിൽ കേസിലെല്ലാം മാറ്റിയിട്ട് ഒരുപാട് അവസ്ഥ അനുഭവിച്ച ആൾക്കാരാണ്, സമര സഹാക്കളാണ്. അതിന് ഇനിയും ഞങ്ങൾ ഏതറ്റം വരെയും പോകാനുള്ള സമരപരിപാടിയിലേക്ക് നീങ്ങാനുള്ള പരിപാടിയാണ് ഇന്നു മുതൽ ഞങ്ങൾ ആരംഭിക്കാൻ പോകുന്നത്. ഈ മെഡിക്കൽ കോളേജിന് വേണ്ടിയിട്ട് ഈ മെഡിക്കൽ കോളേജിനെ അല്ലെങ്കിൽ ഈ രീതിയിൽ നിർത്തുക താല്പര്യമുള്ള ഒരു വിഭാഗം രാഷ്ട്രീയ പാർട്ടികളുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഇത് നന്നാവരുത്, ഇതുകൊണ്ട് ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. കാരണം 10 വർഷം മുമ്പ് ഉദ്ഘാടനം ചെയ്തിട്ടും യാതൊരു വിധത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ഭൗതിക സാഹചര്യവും ഇല്ലാത്തൊരു മെഡിക്കൽ കോളേജ്. വിദ്യാർത്ഥികൾക്ക് പഠന നിലവാരം വളരെ താഴെയാണ്. ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ വലിയ ആശങ്കയിലാണ്. കാരണം പുറത്തു പോയി കഴിഞ്ഞാൽ അവർക്ക് നല്ലൊരു സ്ഥലത്ത് ഒരു പ്ലേസ്മെന്റ് പോലും ലഭിക്കുമോ എന്നുള്ള പേടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഇതിനെ യഥാർത്ഥത്തിൽ തകർക്കുന്നത് ആരാണ് രാഷ്ട്രീയപരമായിട്ട്? ഇത് നമ്മൾ ഏറെ പ്രതീക്ഷയോടെയാണ് ഉമ്മൻചാണ്ടി സർക്കാർ 2012 ഇവിടെ പാലക്കാട് മെഡിക്കൽ കോളേജിന് അനുമതി നൽകിയത്. പാലക്കാട് ജില്ലയെ സംബന്ധിച്ചോളം
പാലക്കാട് ജില്ല കേരളത്തിലെ ഏറ്റവും വലിയ പിന്നോക്ക ജില്ല, കാർഷിക ജില്ല, ചികിത്സാ സൗകര്യങ്ങൾ ഒട്ടും തന്നെ പാലക്കാട് ഇല്ലാത്ത ജില്ല. ആ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് അന്നത്തെ സർക്കാർ പാലക്കാടിന് ഈ സർക്കാർ മെഡിക്കൽ കോളേജ് അനുമതി നൽകിയത്. പക്ഷേ ജനങ്ങൾക്ക് ഏറെ പ്രതീക്ഷയുണ്ടായിരുന്നു. അതിലൊരുപാട് രാഷ്ട്രീയക്കാർ മുതലെടുത്ത് മുൻ MLA ആയാലും മറ്റുള്ള ആൾക്കാരായാലും എല്ലാവരും അതുകൊണ്ട് മെഡിക്കൽ കോളേജ് രാഷ്ട്രീയപരമായി ഉദ്ഘാടന ചടങ്ങുകളാക്കി മാറ്റി അവരുടെ തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾക്ക് വിഷയങ്ങളാക്കി മാറ്റുകയല്ലാതെ പാലക്കാടിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് ഇന്ന് വരെ യാതൊരു ചികിത്സാ സൗകര്യം ഈ സ്ഥാപനത്തിൽ നിന്നും ഉണ്ടാവുന്ന ഒരു പ്രത്യക്ഷത്തിൽ ഒരു ലക്ഷണങ്ങൾ കിട്ടാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. തീർത്തും നിരാശാജനകരമാണ് സർക്കാരിന്റെ ബോധമില്ലാത്ത കാഴ്ചപ്പാടാണ് ഈ അവസ്ഥയ്ക്ക് പ്രധാന കാരണം. ഒരു നയവുമില്ല, ഗവൺമെന്റ് പറയല്ലാതെ പ്രവർത്തികളില്ല, കൃത്യമായിട്ടുള്ള നയപരിപാടികളില്ലാതെ ഒരു മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് കൃത്യമായി ഘട്ടം ഘട്ടമായിട്ടുള്ള പ്രവർത്തികൾ ഇല്ലാത്തതിന്റെ ഫലമായിട്ടാണ് ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം. തീർത്തും ഇത് വളരെ പാലക്കാട് ജില്ലയെ അധിക്ഷേപിക്കുന്ന പരിപാടിയാണ്, അപമാനിക്കുന്നതിന് തുല്യമാണ്, അവഗണിക്കുന്നതിന് തുല്യമാണ് എന്നുള്ളത് പറഞ്ഞതിൽ യാതൊരു സംശയമില്ല. സർക്കാർ ഇത്തരം നടപടികൾ മുന്നോട്ട് പോയാൽ പ്രത്യക്ഷമായും പരോക്ഷമായും നിയമപരമായും പാലക്കാടിലെ ജനങ്ങൾ പ്രതികരിക്കും. അതിന് ഞങ്ങൾ നേതൃത്വം നൽകും. പാലക്കാട് ആക്ഷൻ കൌൺസിൽ എന്ന നിലയിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളും സമൂഹങ്ങളും എല്ലാവരും ഉൾക്കൊള്ളിച്ചുകൊണ്ട് സർക്കാരിനെതിരെ ശക്തമായ സമരമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ആക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനം. ഈ ആദിവാസികൾ ഉൾപ്പെടെയുള്ള പിന്നോക്ക വിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് പാലക്കാട്. ഒപ്പം തന്നെ കാർഷിക മേഖലയിലെ കർഷകരായ ഏറ്റവും സാധാരണക്കാരായ ആളുകൾ. അപ്പോൾ നമുക്ക് ആദിവാസികൾ അട്ടപ്പാടിയും മണ്ണാർക്കാടൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രധാന ആശ്രയം പാലക്കാട് തന്നെയാണ്. അവരുടെ ഒരു വിദഗ്ധ ചികിത്സ കിട്ടുന്നില്ല. നമുക്കറിയാം, ജില്ലാ ആശുപത്രി ഇപ്പോഴും ഒരുപാട് ബലാരിഷ്ടതകളുള്ളതാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരു മെഡിക്കൽ കോളേജ് ഒരു ആശ്രയമാണ്. പക്ഷേ ആ പിന്നോക്ക വിഭാഗത്തിനൊപ്പം പോകാൻ എന്തുകൊണ്ട് ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾക്ക് കഴിയാതെ പോകുന്നു? ഏതായാലും ഈ ചോദ്യത്തിൻ്റെ പ്രസക്തിയുണ്ട്. ഇവിടെ നമ്മുടെ ഒരു പട്ടികവർഗ വകുപ്പിൻ്റെ കീഴിൽ വരുന്ന ഒരു മെഡിക്കൽ കോളേജ് പ്രോഗ്രാമാണ്. ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ അട്ടപ്പാടി മേഖലയിൽ നിന്ന് വരുന്ന കുറേ ആൾക്കാർക്ക് പാവങ്ങൾക്ക് നമുക്ക് നല്ലൊരു ചികിത്സ കിട്ടണമെങ്കിൽ ഇവിടെ നിന്ന് തൃശ്ശൂരോ കോഴിക്കോടോ എത്തണം. പക്ഷെ അതിന് ഏറ്റവും അടുത്ത് പാലക്കാടാണ്. അപ്പോൾ അവരുടെ സൗകര്യങ്ങൾ അവർക്കാണ് മുൻഗണന ഏത് സർക്കാരും പറയുന്നത്. പക്ഷേ ഇവിടെ പ്രശസ്തി കാണുന്നില്ല. ആ മുൻഗണനയൊക്കെ എവിടെ പോയി? പക്ഷെ ഈ 10 കൊല്ലമായിട്ട് ഈ മെഡിക്കൽ കോളേജിൽ ഒരു കംപ്ലീഷൻ ആയില്ല എന്ന് പറയുമ്പോൾ ഇത് എവിടെയോ ഒരു അപാകതയുണ്ട്. ഇതിന്റെ അകത്ത് വരുന്ന നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ അകത്ത് വരുന്ന ഫണ്ട് മുഴുവനും എങ്ങോട്ട് പ്രഖ്യാപിക്കുന്നുണ്ട്, പക്ഷെ ഇവിടെ ഒന്നും നടക്കുന്നില്ല. ആ ഫണ്ട് ഇവിടെ വരാറുണ്ട്. ഈ ഫണ്ട് എവിടെ? ഈ ഫണ്ടൊക്കെ ഇവിടെ യൂട്ടിലൈസ് ചെയ്യുള്ളൂ എന്നറിയണില്ല. സത്യം പറയുകയാണെന്ന് വെച്ചാൽ ഞാനൊരു പാലക്കാട് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ ഒരു HMC മെമ്പറായിരുന്നു. ഇതിന്റെ അകത്ത് ഇവരുടെ ഈ സ്റ്റുഡൻസ് ഇതിൽ അവിടെ വന്ന് പ്രാക്ടീസ് ചെയ്യാൻ വരുമ്പോൾ അവിടുത്തെ ടീമായിട്ട് ഇവർ ഒത്തുചേരുന്നില്ല. നിങ്ങളാണോ ഞങ്ങളാണോ എന്നുള്ള ഭാഗത്ത്. അപ്പോൾ പാവങ്ങൾക്ക് അവർ ചികിത്സ ലഭിക്കണില്ല. മൊത്തത്തിൽ ഈ സ്ഥലം കിട്ടാൻ വേണ്ടി ഇവിടെ മെഡിക്കൽ കോളേജ് ആവാൻ വേണ്ടിയിട്ടും ഞങ്ങൾ ആവോത്ര പാടുപെട്ടതാണ്. ITI 55 സെന്റ് സ്ഥലമല്ലേ നമ്മളെടുത്തത്. അത് ITI അന്ന് വാങ്ങാൻ വേണ്ടി ഞങ്ങൾ മൊത്തം 90 ഏക്കറ, അതിൽ 55 ഏക്കർ നമ്മൾ വെച്ചെടുത്തു കൊടുക്കാൻ വേണ്ടി. 55 ഏക്കർ. അതിന് സമ്മർദ്ദം ഇവിടെ ഞങ്ങളെല്ലാവരും പല രാഷ്ട്രീയ പാർട്ടിക്കാരാണ്. ഇതൊരു ആക്ഷൻ കമ്മിറ്റി എന്ന് പൊതു താല്പര്യം വെച്ചുകൊണ്ടാണ്. അപ്പോൾ ഞങ്ങൾ ഈ കമ്മിറ്റി ഇത് വളരെയധികം സമ്മർദ്ദം ചെലുത്തിയതുകൊണ്ടാണ് ഇത് ഇവിടെ ഒരു പ്രപ്പോസൽ വന്നതെന്നുള്ളത് ആവാസപ്പെടാം. പക്ഷെ ഞങ്ങൾ ഇനി വിടില്ല. ഈ കാര്യം കംപ്ലീഷൻ ആകുന്നവരെ ഞങ്ങൾ സമരം മുന്നോട്ട് പോകുന്നുണ്ട്. ഈ മെഡിക്കൽ കോളേജ് സാധാരണ ജനവിഭാഗത്തിനാണ് ഏറ്റവും കൂടുതൽ ആശ്രയമാവുന്നത്. ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആണെങ്കിലും തൃശ്ശൂരാണെങ്കിലും ഒക്കെ അല്ലാത്ത പണമുള്ളവരൊക്കെ സ്വകാര്യ ആശുപത്രിയിലൊക്കെ നല്ല ചികിത്സയ്ക്ക് പോകാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഏറ്റവും കൂടുതൽ ആളുകൾ ഉള്ള ഒരു സ്ഥലമാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും പിന്നോക്ക ജനവിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ് പാലക്കാട്. ഇവിടെയാണ് ഇങ്ങനെ രാഷ്ട്രീയ പാർട്ടികളുടെ അല്ലെങ്കിൽ പ്രതികാരബുദ്ധിയോടെ പെരുമാറുന്ന പോലെയൊക്കെ ഒരു ജനവിഭാഗത്തോടുള്ള പ്രതികാരമായിട്ടാണ് നമുക്ക് യഥാർത്ഥത്തിൽ തോന്നുന്നത്. അപ്പൊ ഇനി ഇതിൽ ജനങ്ങൾക്ക് ഏത് രീതിയിൽ ഇടപെടാൻ കഴിയും? ഒപ്പം തന്നെ ഈ സർക്കാർ ഇനി ഇത് ശരിക്കും ഒരു പൂർണ്ണ അർത്ഥത്തിൽ ഒരു മെഡിക്കൽ കോളേജ് ആവണമെങ്കിൽ എന്തൊക്കെ വേണ്ടിവരും? ഇവിടെ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച ആക്ഷൻ നേതാക്കന്മാരാണ് കംപ്ലീറ്റ്. അപ്പോൾ അവർ പറഞ്ഞു, എല്ലാ കാര്യങ്ങളും ആവറേജ് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമ്മളിവിടെ ഒരു മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണത്. അത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ജനങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് അങ്ങനെ ആവുന്നുള്ളതിനെതിരെ സംസാരിക്കാനും പ്രവർത്തിക്കാനുമാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ആ രീതിയിലാണ് ഞങ്ങളുടെ തീരുമാനങ്ങൾ. ഒന്നും മാറ്റമില്ല. എത്ര കോടി രൂപ ചെലവഴി, ഇനിയിപ്പോൾ എത്ര രൂപ ഉണ്ടെങ്കിൽ അതൊരു പൂർണ്ണാർത്ഥത്തിൽ മെഡിക്കൽ കോളേജ് ആവുമെന്ന് പറയാൻ പറ്റുമോ?
ഇവിടുത്തെ പിന്നെ തൊഴിൽ ചെയ്യുന്നതിനനുസരിച്ച് വ്യക്തമായ ഒരു മറുപടി എനിക്ക് പറയാൻ പറ്റില്ല. എങ്കിലും ഇനിയും അതിലേക്ക് ഒരു 75 കോടിയിലധികം കൂടുതൽ പണം ഇനി ഇവിടെ ആവശ്യമായിട്ട് വരും എന്നുള്ളതാണ് ഏകദേശം ഒരു അറിവ്. വ്യക്തമായിട്ട് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ഇനി നിങ്ങളെ സമരപരിപാടിയായിട്ട് മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും യാതൊരുവിധ സംശയമില്ല. വീണ്ടും ഞങ്ങളെ കൊണ്ട് സമരം ചെയ്യിപ്പിക്കുകയാണ് ഇവിടുത്തെ ഭരണാധികാരികൾ. അതുപോലെ ഇത് SC ഫണ്ടാണ്. ഇത് SC ഫണ്ട് മുഴുവനും ഈ കോളേജിന് വേണ്ടിയിട്ട് ചെലവഴിക്കുന്നില്ല. കാരണം അപ്പുറത്തൊരു ബിൽഡിംഗ് MLA വകമാറി സ്പോർട്സിന് കൊടുത്തിരിക്കുന്നു. SC സ്ഥലം SC ഫണ്ടിന് അനുവദിച്ചത് മുഴുവനും ഇപ്പൊ 70% SC വർക്കേഴ്സിന്, ഡോക്ടേഴ്സ്, MBBS പഠിപ്പിക്കേണ്ടത്. പക്ഷെ അധികം അപ്പുറത്ത് അതല്ല ഇവർ ചെയ്യുന്നത്. തികച്ചും ഇത് മറിച്ചാണ്. അത് പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് ലോബികൾക്ക് വേണ്ടിയിട്ട് ഇവര് സഹകരിക്കുന്നില്ല. അവരോടാണ് സഹകരിക്കുന്നത്. ഇതിനെ നശിപ്പിക്കാനാണ് ഇപ്പോൾ ഭരണാധികാരികൾ. അത് ഒരിക്കലും ആക്ഷൻ കമ്മിറ്റി തയ്യാറല്ല. വീണ്ടും ഞങ്ങളെ കൊണ്ട് ശക്തമായിട്ട് സമരം ചെയ്യിപ്പിക്കേണ്ട എന്നാണ് ഞങ്ങൾക്ക് ഇപ്പോൾ പറയാനുള്ളത്. അതുകൊണ്ട് ശക്തമായിട്ട് തന്നെ ഞങ്ങൾ സമരം മുന്നോട്ട് പോകും. ബഹുമാനപ്പെട്ട MLA പറയുന്നത് അതാണ്. MLA എന്തുകൊണ്ട് കിടത്തി ചികിത്സയ്ക്ക് വേണ്ടി സമരം ചെയ്യുന്നില്ല? ഇവിടെ കിടത്തി ചികിത്സ എന്തുകൊണ്ട് MLA അതേക്കുറിച്ചൊന്നും പറയാത്തത്? അപ്പൊ അത് പ്രൈവറ്റ് മെഡിക്കൽ കോളേജിന് വേണ്ടിയിട്ട് അവർ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. അതുകൊണ്ട് യാതൊരുവിധ പുറകോട്ടുമില്ല. ആക്ഷൻ കമ്മിറ്റി ശക്തമാണ്. ഞങ്ങൾ പുറകോട്ടില്ല. ശക്തമായി കൊണ്ട് തന്നെ സമരം മുന്നോട്ട് പോകുന്നതെന്നാണ് പറയാനുള്ളത്. ഇനി പ്രധാനമായും ഇവിടുത്തെ ചികിത്സാ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുക എന്നുള്ളത് ഒന്നുണ്ട്. മറ്റൊന്ന് വിദ്യാർത്ഥികളുടെ കാര്യമാണ്. കാരണം അവര് വലിയ പ്രതീക്ഷയോടുകൂടി ഇവിടെ പഠിക്കാനെത്തുന്നു. പക്ഷേ ആ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ അവർക്ക് കഴിയുന്നില്ല എന്നാണ് കഴിഞ്ഞ ദിവസം അവർ പറയുന്നത്. അതിനുള്ള പഠന നിലവാരം ഇല്ല. ഒപ്പം തന്നെ ഈ ഫാക്കൽറ്റി ഒന്നും താൽക്കാലിക അടിസ്ഥാനത്തിൽ മാത്രമാണ് ആളുകളെ നിയമിക്കുന്നത്. ഇതൊക്കെ യഥാർത്ഥത്തിൽ ആ ഒരു കാര്യത്തിലേക്ക് കൂടെ കടക്കേണ്ടതല്ലേ? ഇത് ജാതിയുടെ പേര് പറഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ അവഹേളിക്കലെ മാത്രമാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്തുള്ള പഠന സൗകര്യങ്ങളോ ഒന്നും തന്നെ ഒരുക്കാൻ വേണ്ടി മന്ത്രിയോ അതിന്റെ തരത്തിലുള്ള ജീവനക്കാരോ ഇത് മുൻകൈ എടുക്കുന്നില്ല. എന്തുകൊണ്ടാണ് അത് ഈ ജാതിയുടെ പേര് മാത്രം ആയതുകൊണ്ടല്ലേ ഇങ്ങനെ ഒരു സംവിധാനത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്? ഇത് ചോദിക്കാൻ പറയാൻ ആളുകളില്ല എന്ന് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു തെളിവ് എന്ന് കണക്കാക്കിക്കൊണ്ടാണ് അവർ ഇതെല്ലാം ചെയ്യുന്നത്. ഇനി അങ്ങനെയല്ല. ഇനി അടുത്തതായിട്ട് ഈ പഠന സൗകര്യങ്ങളും ഇവിടെ ഹോസ്റ്റൽ സൗകര്യങ്ങളും അതുപോലെ തന്നെ ബെഡിന്റെ സൗകര്യങ്ങളും ഒരുക്കിയാൽ മാത്രമേ ഞങ്ങൾ ഈ സമരത്തിൽ നിന്ന് പിന്മാറുള്ളൂ. എന്തായാലും നമ്മളിനി ഒരു ചെറിയ ഇടവേളയിലേക്ക് പോവുകയാണ്. പ്രമുഖ പരിഗണന ഇത്തരത്തിൽ ഒരു സംസ്ഥാന സമിതി അംഗം തന്നെ വരട്ടെ എന്നുള്ള തീരുമാനമാണ്. അതുതന്നെയാകാം OR കേളുവിന് വഴി തുറന്നത്. മാത്രമല്ല അദ്ദേഹം രണ്ടാം തവണ മാനന്തവാടിയിൽ നിന്ന് തുടർച്ചയായ രണ്ടാം തവണ MLA ആകുന്ന ആളാണ്. ജനപ്രതിനിധി നിലയിൽ 2005 മുതൽ അദ്ദേഹം പഞ്ചായത്ത് അംഗം മുതൽ ആ രീതിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് വരെ ആ രീതിയിൽ പ്രവർത്തിച്ചു വന്ന ആളാണ്. അങ്ങനെ ആ ഒരു പരിഗണന തന്നെയാകാം പ്രധാനമായും OR കേളുവിന് ഈ അവസരം ഉണ്ടായിക്കൊടുത്തത്. മാത്രമല്ല മറ്റു പല പേരുകൾ പരിഗണനയുള്ളതും അത്ര എളുപ്പം ഏകാഭിപ്രായത്തോട് കൊണ്ടുവരാനുള്ള പേരുകളായിരുന്നില്ല CPM-ന്റെ പരിഗണനയുള്ളത്. ഓരോ നേതാക്കളുടെ ഓരോ വിഭാഗങ്ങളുടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില ആഗ്രഹങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നേരത്തെ വരുന്ന പല പേരുകളും. പക്ഷേ OR കേളു കൃത്യമായി തന്നെ ഈ രീതിയിൽ വളരെ കൃത്യമായ രീതിയിൽ അദ്ദേഹത്തിന് യോഗ്യതയുള്ള ആളെന്ന് CPM വിലയിരുത്തുന്നു. അദ്ദേഹം CPM-ന്റെ സംസ്ഥാന സമിതി അംഗമാണ്. ആദിവാസി അധികാര രാഷ്ട്രീയ മഞ്ചിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. അതിന്റെ അധ്യക്ഷൻ K. രാധാകൃഷ്ണനുമാണ്. അത്തരത്തിൽ പട്ടികജാതി പട്ടികവർഗ ക്ഷേമം സംബന്ധിച്ച നിയമസഭാ സമിതിയുടെ ചെയർമാനാണ് അദ്ദേഹം. അത്തരത്തിൽ ആ വകുപ്പുമായി ഏറെ ബന്ധമുള്ള ആ വിഭാഗവുമായി ഏറെ കാര്യങ്ങൾ കൃത്യമായി അറിയാവുന്ന നേതാവിനെ തന്നെ കൊണ്ടുവരുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതെ, പാർട്ടി തീരുമാനം എടുത്തു. സന്തോഷമുണ്ട്. അങ്ങനെ ഇപ്പം പാർട്ടി തീരുമാനം ഗവൺമെന്റ് തീരുമാനമാണ്. ഉത്തരവാദിത്തമുള്ള ഒരു കാര്യമാണ്. അല്ല, വയനാട്ടിലിപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ആദിവാസി വിഭാഗവും അവരുടെ വിഷയങ്ങളുണ്ട്. പിന്നെ വന്യമൃഗശല്യമുണ്ട്. ഈ രണ്ട് പ്രധാനപ്പെട്ട വിഷയമാണ് വയനാട് അഭിമുഖീകരിക്കുന്ന ഒരു പൊതുവിഷയം. അതേസമയം കേരളത്തിലെ ആദിവാസികൾ അഭിമുഖീകരിക്കുന്ന പൊതുവിഷയങ്ങളുമുണ്ട്. കുറച്ചുകാട് CPM-ന് വയനാട് മന്ത്രിമാരില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കുറവ് അവിടെ രാഷ്ട്രീയമായ തിരിച്ചടിക്ക് കാരണമായിട്ട് മാറിയിട്ടുണ്ടാവും. ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ വലിയ തിരിച്ചടിയാണ് ഉണ്ടാകുന്നത്. അങ്ങനെയില്ല. ഇപ്പം നമ്മൾ രാഹുൽ ഗാന്ധി കഴിഞ്ഞതിൽ നിന്നും പുറകോട്ട് പോയല്ലോ. വരുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടിക്ക് ഒരു പുതിയൊരു ഉണർവുണ്ടാക്കും എന്ന് കരുതുന്നുണ്ട്. അത് ചിലപ്പോൾ ഉണ്ടാക്കും. ചിലപ്പോൾ K. രാധാകൃഷ്ണനെ പരക്കാനായിട്ട് വരുന്നത് അതെങ്ങനെ കാണും? അല്ല, നമ്മുടെ കേദാരാഷ്ട്രനായാലും ബാലേട്ടനായാലും LDF-ന്റെ ഒരു നയമാണല്ലോ, അല്ല പോളിസിയാണല്ലോ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് പിന്തുടരും. അത് തന്നെ.
പട്ടികജാതി വകുപ്പ് മാത്രമല്ലേ അത് പട്ടികജാതി പട്ടികവർഗം 2 വിഭാഗത്തിന്റെ കൈകാര്യം ചെയ്യും. മറ്റു വകുപ്പുകളൊക്കെ മാറ്റിയിട്ടുണ്ടല്ലോ, അതിനെപ്പറ്റി? അല്ല, അതിപ്പം ഞാൻ ആദ്യമായിട്ടാണല്ലോ. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഒരു പരിചയ സമ്പന്നതയുടെ കുറവുണ്ട്. അതുകൊണ്ട് പാർലമെന്റ് കാര്യമന്ത്രിക്ക് ആകുമ്പോൾ പരിചയമുള്ളവർ തന്നെ വരണം, അതാണ് ശരി. കേരളത്തിലെ പ്രധാനപ്പെട്ട വകുപ്പാണ്. കേരളാധ്യക്ഷൻ തുടങ്ങി വെച്ചത് മുന്നോട്ട് കൊണ്ടുപോവുക, അത് പുതിയ എന്തെങ്കിലും ആശയങ്ങളൊക്കെ ഉണ്ട് മനസ്സിലായി? അല്ല, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, LDF ഗവൺമെന്റ് നടപ്പാക്കുന്ന പാലക്കാടിനൊരു മെഡിക്കൽ കോളേജ് എന്നുള്ളതായിരുന്നു മുദ്രാവാക്യം. അതേപോലെ തന്നെ പാലക്കാട് ഒരു മെഡിക്കൽ കോളേജ് നിർമ്മിക്കുകയും ചെയ്തു. പക്ഷേ അതുകൊണ്ടൊന്നും ആർക്കും ഒരു ഗുണവും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. അത് യാഥാർത്ഥ്യം തന്നെയാണ്. നമ്മൾ അതിന് പാലക്കാട് ജില്ലാ ആശുപത്രിയുടെ സ്വാധീനിച്ച കാലങ്ങളുള്ളതാണ്. നമുക്കിപ്പോഴും പാലക്കാട് ജില്ലാ ആശുപത്രി ഇപ്പോൾ റെഫർ ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ട് പണ്ട് മുതലേ. അത് കേരളത്തിൽ 14 ജില്ലയായാലും ഏറ്റവും അവഗണന പിടിച്ച ഒരു സ്ഥലം പാലക്കാട് ജില്ല തന്നെയാണ്. അത് നമുക്ക് ഇൻഡോർ സ്റ്റേഡിയം ആയാലും ശരി, മുനിസിപ്പൽ സ്റ്റേഡിയം ആയാലും ശരി, മുനിസിപ്പൽ ബസ് സ്റ്റാൻഡായാലും ശരി, സർക്കാർ ആശുപത്രിയായാലും ശരി, മെഡിക്കൽ കോളേജായാലും ശരി, അവഗണന കേരളത്തിൽ ഏറ്റവും മോശപ്പെട്ട ഒരു അവഗണന കിട്ടുന്നത് നമ്മുടെ പാലക്കാട് ജില്ലയ്ക്കാണ്. അത് എന്തുകൊണ്ടെന്ന് പഠിക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ആയതുകൊണ്ട് നമുക്ക് എന്തെന്ന് വെച്ചാൽ ഇതിന്റെ അവസ്ഥ ഇത്ര ആയിട്ട് ഇപ്പോഴും ഇവിടെ റെഫർ ചെയ്തുകൊണ്ട് ഞങ്ങളിപ്പോൾ പ്രത്യേക പാക്കേജ് അനുവദിക്കണം ഈ മെഡിക്കൽ കോളേജിന്. എയിംസ് ആക്കി മാറ്റണം പറഞ്ഞ് മുഖ്യമന്ത്രി കത്ത് കൊടുത്തിട്ട് ഞാൻ ഒരു JDUണ്ട് ജനതാദൾ യുണൈറ്റഡ് ജില്ലാ പ്രസിഡന്റാണ്. മുഖ്യമന്ത്രിക്ക് ആരോഗ്യമന്ത്രിക്ക് ലെറ്റർ കൊടുത്തിട്ടുണ്ട്, കത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് എയിംസ് ആക്കി മാറ്റണം. ഇതൊരു പ്രത്യേക പാക്കേജ് പുതിയ സർക്കാരിൽ നിന്ന് അനുവദിച്ച് വാങ്ങി എയിംസ് ആക്കി മാറ്റണം എന്നാണ് എന്നെ പറയാനുള്ളത്. നമ്മൾ ഈ ആക്ഷൻ കമ്മിറ്റി മെഡിക്കൽ 12 വർഷമായിട്ട് ആക്ഷൻ കൗൺസിൽ അംഗമാണ്. എന്തായാലും ശരിക്കും പൊളിറ്റിക്കൽ പാർട്ടി ആയിട്ട് ഇതിൽ പ്രവർത്തിക്കാൻ സാധിക്കുള്ളൂ. രാഷ്ട്രീയ കച്ചവടമാണ് ഇവിടെ നടക്കുന്നത്. അടുത്ത തെരഞ്ഞെടുപ്പ് കൂടി വരികയാണല്ലോ, ഇതും കൂടി ജയി കളിക്കും. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ പാലക്കാട് ജില്ലയ്ക്ക് പല മേഖലകളും, അതായത് നമുക്ക് BSNL എങ്ങനെ, അതുമായി സർക്കാർ ഓഫീസ് എങ്ങനെ, സർക്കാർ ആശുപത്രി, പ്രൈവറ്റ് ആകുമ്പോൾ ഭയങ്കര ഡെവലപ്മെന്റാ, സർക്കാരിന്റെ ആക്കുമ്പോൾ നോക്കൂത്തി ചോദിക്കാൻ ആളില്ല. MLA-മാരുണ്ട്, MP-മാരുണ്ട്, മന്ത്രിമാരുണ്ട്, വിവിധ രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ട്. ഇവരാണ് സർക്കാർ. രാഷ്ട്രീയ പാർട്ടി സർക്കാർ അല്ല. സർക്കാർ പറഞ്ഞ ആകാശത്തിലെ ഒരു സൂര്യനല്ല. സർക്കാർ എന്ന് പറയുന്നത് പബ്ലിക്കാണ്. പബ്ലിക് ഉണ്ടെങ്കിലേ സർക്കാരുള്ളൂ. അപ്പോൾ എത്രയും പെട്ടെന്ന് പുതിയ മന്ത്രിസഭയെ കൊണ്ട് കേന്ദ്രത്തിൽ നിന്ന് പ്രത്യേക പാക്കേജ് വാങ്ങി എയിംസ് ആക്കി മാറ്റണം. അത്ര ഞങ്ങളുടെ പാലക്കാട് ജില്ലക്കാർക്ക് ആവശ്യം. ഇത് ഈ പാലക്കാട് മെഡിക്കൽ കോളേജ് പ്രാവർത്തികമാകരുത്, അല്ലെങ്കിൽ അത് നല്ല രീതിയിൽ പ്രവർത്തിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു കോക്കസ്, ഒരു ലോബിയുണ്ട് എന്ന് പറയുന്നു. അത് ഒരുപക്ഷെ ഈ കോയമ്പത്തൂർ കേന്ദ്രീകരിച്ച ഒരു ഹോസ്പിറ്റൽ ലോബി, സ്വകാര്യ ഹോസ്പിറ്റലുകളുടെ ഒരു ലോബിയുണ്ട്. തൃശ്ശൂർ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ തൃശ്ശൂർ കിഴക്കേക്കോട്ടയൊക്കെ കേന്ദ്രീകരിച്ചുള്ള ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജ് ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് നീക്കങ്ങൾ, അതായത് ഈ മെഡിക്കൽ കോളേജ് നല്ല രീതിയിൽ പ്രവർത്തിക്കാതിരിക്കാൻ വേണ്ടി നീക്കങ്ങൾ നടത്തുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ പലപ്പോഴായി വരുന്നുണ്ട്. അതിൽ വസ്തുതയുണ്ടോ? തീർച്ചയായും. നമ്മളിപ്പോൾ പാലക്കാട് ജില്ലാ ആശുപത്രി തന്നെ എടുക്കുകയാണെങ്കിൽ, ജില്ലാ ആശുപത്രിക്കകത്ത് സ്കാനിംഗ് മെഷീനും CT സ്കാനും എല്ലാം ഉണ്ടായിട്ടും അവിടെ പല പ്രാവശ്യമായിട്ട് രോഗികൾ അവിടെ ചെല്ലുമ്പോൾ അത് കേടാണെന്ന് പറയും. അവരെ പുറത്തേക്ക് അയക്കുന്ന ഒരു പ്രവണതയും ജില്ലാ ആശുപത്രിക്കകത്ത് തന്നെയുണ്ട്. അത്തരത്തിൽ ചെറിയൊരു സ്കാനിങ്ങിൽ പോലും ഒരു അഴിമതി നടക്കുന്നുണ്ട് എന്ന് സംശയം ജനിപ്പിക്കുന്ന രീതിയിലുള്ള മറുപടിയും അവിടെ നിന്നുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ, ഇത്രയും വലിയൊരു മെഡിക്കൽ കോളേജ് ഒരു കോൺക്രീറ്റ് കെട്ടിടം മാത്രമാക്കി മാറി എന്ന് പറയുമ്പോൾ അതിന്റെ പുറകിൽ അഴിമതി ഇല്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഇപ്പം നമുക്ക് പുറത്തുനിന്ന് ഹൈവേ കൂടെ ഒക്കെ പോകുമ്പോൾ ആളുകൾ കാണുമ്പോൾ പാലക്കാട് ജില്ലയ്ക്ക് ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട്. നമ്മൾ 10 വർഷത്തോളമായി മെഡിക്കൽ കോളേജ് ഇവിടെ ഉണ്ട് എന്നുള്ള എല്ലാവരും ധാരണ. അറിയാതെ ഇപ്പോൾ പുറത്തുനിന്ന് ഒരു ആക്സിഡന്റ് പറ്റിയിട്ട് അറിയാതെ ഒരാൾ വളരെ അപകടകരമായ രീതിയിൽ നേരിട്ട് ഈ മെഡിക്കൽ കോളേജിനകത്ത് കൊണ്ടുവരികയാണെങ്കിൽ, ഇവിടെ വന്നതിന് ശേഷം ഇവിടെ അതിനുള്ള പ്രാഥമിക ചികിത്സ നൽകാൻ കഴിയാത്തൊരു മെഡിക്കൽ കോളേജാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ആ രോഗിക്ക് ജീവിക്കേണ്ട സമയം കുറച്ചും കൂടി കുറയുകയാണ്. കാരണം വേറെ ഏതെങ്കിലും ആശുപത്രി കൊണ്ടുപോകുന്നതിന് പകരം മെഡിക്കൽ കോളേജ് ഉണ്ട് എന്നുള്ള പുറത്ത് ജില്ലയിലുള്ള ആരെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ അദ്ദേഹത്തിന്റെ മരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം 10 വർഷത്തോളമായിട്ടും ഈ മെഡിക്കൽ കോളേജിനകത്ത് ഒരു എക്യുപ്മെന്റ്സും വർക്ക് ചെയ്യാതെ തുരുമ്പെടുത്ത് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങളെല്ലാവരും ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാരവാഹികളും പ്രതിനിധികളൊക്കെയാണ്. അപ്പൊ അതിൽ തെറ്റ് ഞങ്ങളുടെ ഭാഗത്തുമുണ്ട്. കാരണം നമ്മളിതൊക്കെ അന്വേഷിക്കേണ്ട ആളുകളാണ്, പൊതുപ്രവർത്തകരാണ്. നമ്മളാരും തിരിഞ്ഞു നോക്കിയില്ല. നമുക്ക് തിരിഞ്ഞു നോക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത് ഇവിടുത്തെ വിദ്യാർത്ഥികൾ പാവം അവരുടെ ഓരോ വർഷവും നഷ്ടപ്പെടുകയാണ്. ഒരു വർഷം ഒരു വിദ്യാർത്ഥിനെ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ എത്രത്തോളം വലുതാണ് എന്നുള്ളത് അത് അവരോട് തന്നെ ചോദിക്കണം. അപ്പൊ അവരുടെ മാനസികമായി അവരോട് സംസാരിച്ചിരുന്നു. അവര് വലിയ പ്രതിസന്ധിയിലാണ്, വലിയ ബുദ്ധിമുട്ട് അവർ പറയുന്നുണ്ട്. കാരണം ഇവിടുന്ന് പഠിച്ചിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പഠന നിലവാരം അവർക്ക് വലിയ ആശങ്കയുണ്ട്. അപ്പൊ അവരെങ്ങനെയാണ് ഇനി അടുത്തൊരു ആശുപത്രിയിൽ പോയി ജോലി ചെയ്യാനോ, അല്ലെങ്കിൽ ഞങ്ങൾ പഠിച്ചു വന്ന ആളുകളാണെന്ന് പറഞ്ഞ ഒരു ഡോക്ടറാണെന്ന് ധൈര്യത്തോടു കൂടി പറയാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഈ പാലക്കാട് മെഡിക്കൽ കോളേജിലേക്ക് അഡ്മിഷൻ എടുത്ത് വന്ന
വിദ്യാർത്ഥികളുടെ ഒരു അവസ്ഥ. അത് അവര് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ഇവിടെ സമരം ചെയ്തത്. ആ സമരത്തിലൂടെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാടുള്ള പൊതുപ്രവർത്തകരായിട്ടുള്ള ആളുകളുടെ ശ്രദ്ധ വീണ്ടും ഇതിനകത്തേക്ക് കേന്ദ്രീകരിക്കുന്നത്. ഇതിനു മുമ്പ് നമ്മൾ ഈ ആശുപത്രി വരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇതിനു മുമ്പ് ഒരു ആക്ഷൻ കൌൺസിൽ രൂപീകരിച്ചിട്ടുണ്ടെങ്കിലും ഇത് വന്നതിന് ശേഷം ഈ ആക്ഷൻ കൌൺസിൽ പോലും നമ്മളെല്ലാവരും ധരിച്ചത് മെഡിക്കൽ കോളേജ് വന്നു, സ്വാഭാവികമായിട്ട് ഇതിന്റെ പ്രവർത്തനം അതിന്റെ രീതിയിൽ നടക്കുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് എല്ലാവരും മാറുന്നത്. ഈ ഇത്തരം ഇതിനകത്ത് നിന്ന് തന്നെ വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി പുറത്തു വന്നതിന് ശേഷമാണ് നമുക്കൊക്കെ അറിയാൻ കഴിയുന്നത് ഇതിനകത്ത് വലിയൊരു അഴിമതി നടക്കുന്നുണ്ടെന്നും. അപ്പോൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പല അന്വേഷണങ്ങളും നടത്തിയപ്പോൾ പാലക്കാട് ചെറിയൊരു ജില്ലാ ആശുപത്രിക്കകത്ത് പോലും ഇത്തരത്തിൽ സ്കാനിങ്ങുമായി ബന്ധപ്പെട്ട് പോലും അഴിമതി നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ സാഹചര്യത്തിൽ ഇത് താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഇത് അടുത്തുള്ള മെഡിക്കൽ കോളേജുകളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിലപാടാണ് എന്ന് സംശയിക്കുന്നതിൽ തെറ്റില്ല. ഇനിയിപ്പോൾ ഒരുപാട് ഫണ്ട് വേണം ഇവിടുത്തെ സംവിധാനങ്ങളൊക്കെ. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതനുസരിച്ചാണെങ്കിൽ കുറേ എക്യുപ്മെന്റ്സ് വന്നതൊന്നും ഉപയോഗിക്കാതെ തുരുമ്പെടുത്ത് പോയ ഒരു അവസ്ഥ പോലും ഉണ്ടാവും ഒരുപക്ഷെ. അപ്പോൾ ഇനി ഒരുപാട് ഫണ്ട് വേണം. ഇത് പ്രധാനമായിട്ട് ഇതിനകത്ത് പറയുന്നത് ഇതൊരു പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിൽ നിന്ന് പൂർണ്ണമായും ആരോഗ്യ വകുപ്പിലേക്ക് ഇത് എത്തണം എന്നാണ് പറയുന്നത്. ഒന്നത്. രണ്ടാമത്തെ കാര്യം, ഈ നാഷണൽ മെഡിക്കൽ കൌൺസിലിന്റെ ഒരു അംഗീകാരം ഇതിന് നഷ്ടപ്പെടാൻ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നഷ്ടപ്പെടുമെന്ന് പറയുന്നുണ്ട്. ഇത് എങ്ങനെയാണത്? തീർച്ചയായും ഇതൊരു പട്ടികജാതി വിഭാഗത്തിന്റെ ഒരു ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജിൽ മാറിക്കൊണ്ടിരിക്കുന്നതിന് ഒരുപാട് തടസ്സങ്ങൾ ഇതിനകത്ത് നിലനിൽക്കുന്നുണ്ട്. ഞാൻ ദളിത് ഗോത്ര ദേശീയ പാർട്ടി സംസ്ഥാന പ്രസിഡന്റാണ്. ആക്ഷൻ കൌൺസിലുമായിട്ട് 10 വർഷം ശക്തമായ സമരത്തിൽ പങ്കെടുത്ത വ്യക്തിയാണ്. പ്രതീകാത്മകമായിട്ടുള്ള ശവമഞ്ചം ഞങ്ങൾ ഏറ്റി 4 ശവമഞ്ചം കൊണ്ടുവന്ന് സമരം ചെയ്ത ആൾക്കാരാണ്. അത്രയും ദുരിതമായിട്ടുള്ള സമരം ചെയ്തിട്ട് ഞങ്ങൾ നേടിയെടുത്താണ്. ഈ നേടിയെടുത്ത മെഡിക്കൽ കോളേജ് അതേ കാറ്റഗറിയിൽ നിലനിർത്തിക്കൊണ്ട് നല്ല വിധത്തിലുള്ള ഒരു പ്രവർത്തനം ഇവിടെ കാഴ്ചവെക്കുവാൻ വേണ്ടി ഞങ്ങൾ സജീവമായി രംഗത്ത് വരാൻ പോവുകയാണ്. ഒരുപാട് വീഴ്ചകളുണ്ട്. പ്രത്യേകം പട്ടികജാതിക്കാരുടെ ഹോസ്പിറ്റലായതുകൊണ്ട് അത് നിലനിൽക്കരുത് എന്നുള്ള നേരത്തെ പറഞ്ഞുപോയ ഒരു കോക്കസ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അത് യാതൊരു തർക്കമില്ല. ആരെന്നോ എന്തെന്നോ ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല.